Divisional Accountant Officer, Important Questions, Chapter 4, Part 3, Maturity of Bill and Time of Acceptance എന്ന പാർട്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 32. വാട്ട് ഡു യു മീൻ ബൈ ദ ടേം ഓഫ് ബിൽ? അപ്പോൾ എന്താണ് ടേം ഓഫ് ബിൽ എന്നറിയപ്പെടുന്നത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ചിനെ പറ്റിയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ കണ്ടിന്യൂസ് പോർഷനാണ് വരുന്നത്. അപ്പോൾ അതിൽ ടേം ഓഫ് ബിൽ എന്താണെന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ദ ടേം ഓഫ് ബിൽ ഈസ് എ പീരീഡ് ഫോർ വിച്ച് ദ ബിൽ ഈസ് ഡ്രോൺ ആൻഡ് അക്സെപ്റ്റഡ്. ഇറ്റ് ഈസ് ഓൾസോ റെഫേഴ്സ് ടു ദ പീരീഡ് ബിറ്റ്വീൻ ദ ഡേറ്റ് ഓഫ് ഡ്രോയിങ് ആൻഡ് ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി. അപ്പം ഇവിടെ ടേം ഓഫ് ബില്ല് ഇപ്പം നമ്മളൊരു ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ഉണ്ടായി. അപ്പോൾ സെല്ലർ ബയ്യർക്ക് ഒരു ബില്ല് എഴുതി കൊടുക്കുകയാണ്. അപ്പം ആ എഴുതുന്ന ദിവസം മുതൽ ആ ബില്ലിനകത്ത് ഒരു ഫ്യൂച്ചർ ഡേറ്റ് ഇട്ടേക്കും. ആ ഡേറ്റിനെയാണ് ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി എന്ന് പറയുന്നത്. അപ്പം ആ ഡേറ്റ് വരെ, അപ്പം എഴുതുന്ന ഡ്രോൺ ചെയ്യുന്ന ഡേറ്റ് മുതൽ ഈ മെച്യൂരിറ്റി ഡേറ്റ് വരെയുള്ള ആ ഒരു പീരീഡ് ബിറ്റ്വീൻ ദ ഡ്രോൺ ആൻഡ് മെച്യൂരിറ്റി ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി വരെയുള്ള ആ ഒരു പീരീഡിനെ പറയുന്ന പേരാണ് ടേം ഓഫ് ബിൽ എന്ന്. ടേം ഓഫ് ബിൽ ഈസ് എ പീരീഡ് ഫോർ വിച്ച് ദ ബിൽ ഈസ് ഡ്രോൺ ആൻഡ് accepted. It is also refers to the period between the date of drawn and date of maturity. അപ്പോൾ period between date of drawn and date of maturity is called term of bill. Next 33. The term tenure, usance, etc. are also used to represent the period of bill. അപ്പോൾ period of billനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വേർഡ്സ് ഏതൊക്കെയാണ്? ടെന്യൂർ അല്ലെങ്കിൽ ഉസാൻസ്. ഉസാൻസ് മീൻസ് ടൈം എന്നാണ് അതിന് മീൻ ചെയ്യുന്നത്. നെക്സ്റ്റ് 34. ഓൺ ദ ബേസിസ് ഓഫ് ടെന്യൂർ ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ക്യാൻ ബി ഗ്രൂപ്പ്ഡ് ഇൻറ്റു. അപ്പം ഒരു ബില്ലിൻ്റെ ടെന്യൂറിൻ്റെ ബേസിസിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ചിനെ എത്രയായിട്ട് ഗ്രൂപ്പ് ചെയ്യാം? രണ്ടായിട്ട് ഗ്രൂപ്പ് ചെയ്യാം. ടൈം ബിൽ ആൻഡ് ഡിമാൻഡ് ബിൽ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയതാണ് ടൈം ബില്ല്, ഡിമാൻഡ് ബില്ല്. അത് PSC എക്സാംസിന് ഒരുപാട് വട്ടം ചോദിക്കുന്നതാണ്. ടൈം ബില്ലിൻ്റെയും ഡിമാൻഡ് ബില്ലിൻ്റെയും ഡിഫറെൻറ്റ് പേരുകളുണ്ട്. അതിന് ടൈം ബില്ലിനെ എന്ത് പേരിലും കൂടെ അറിയപ്പെടും, ഡിമാൻഡ് ബില്ലിനെ വേറൊരു പേരിലും കൂടെ അറിയപ്പെടും എന്നുള്ളത്. സോ നമുക്ക് നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പം ബിൽ ഓഫ് എക്സ്ചേഞ്ചിനെ എത്രയായിട്ടാണ് തിരിക്കുന്നത്? ഗ്രൂപ്പ് ഇൻറ്റു 2. ടൈം ബിൽ ആൻഡ് ഡിമാൻഡ് ബിൽ ഓൺ ദ ബേസിസ് ഓഫ് ടെന്യൂർ ഓഫ് ബിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 35. വാട്ട് ഈസ് കോൾഡ് ടൈം ബിൽ? ടൈം ബിൽ എന്താണെന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഇഫ് എ ബിൽ ഈസ് പേയബിൾ ഓൺ ദ എക്സ്പയറി ഓഫ് എ പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം. അപ്പോൾ ടൈം ബിൽ എന്ന് വെച്ചാൽ എന്താണ്? ബിൽ പേയബിൾ ഓൺ എ എക്സ്പയറി ഓഫ് എ പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം. ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിൽ എക്സ്പയറി ആവുന്ന ബില്ലുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ടൈം ബിൽ. ടൈം ബില്ലിന് വേറൊരു പേരുണ്ട്. അത് എക്സാംസിന് എപ്പോഴും ചോദിക്കും. ഉസാൻസ് ബിൽ എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. ഉസാൻസ് ബിൽ അഥവാ ടൈം ബിൽ. ടൈം ബിൽ എന്താണ്? ഇറ്റ് ഈസ് എ ബിൽ പേയബിൾ ഓൺ ദ എക്സ്പയറി ഓഫ് എ പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം. ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിനുള്ളിൽ പേ ചെയ്യുന്ന ബില്ലുകളാണ് ടൈം ബിൽ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ആഫ്റ്റർ ഡേറ്റ് ഓർ ആഫ്റ്റർ ആഫ്റ്റർ സൈറ്റിൽ നമ്മൾ ആ ഒരു പീരീഡ് കഴിയുമ്പോൾ, ആ ഒരു മെച്യൂരിറ്റി പീരീഡ് ബില്ലിൽ എഴുതിയിരിക്കുന്ന ടൈം പീരീഡിൽ നമ്മൾ പേ ചെയ്യുന്ന ബില്ലുകളെയാണ് എന്തെന്ന് പറയുന്നത്? ടൈം ബിൽ എന്ന് പറയുന്നത്. അടുത്ത എന്താണ് 36. വാട്ട് ഈസ് കോൾഡ് ഡിമാൻഡ് ബിൽ? ഡിമാൻഡ് ബിൽ എന്താണ്? ഇഫ് ദ പേയബിൾ ഓൺ ഡിമാൻഡ് ഇറ്റ് ബിക്കോസ് എ ഡിമാൻഡ് ബിൽ. എന്തെങ്കിലും ഒരു ഡിമാൻഡ് വയ്ക്കും. മീൻസ് എന്താണ്? അതൊരു ഡെലിവറി നടക്കുന്ന ടൈമിൽ പേ ചെയ്യണം എന്നൊരു ഡിമാൻഡ് വെക്കുവാണെങ്കിൽ അതിനെ എന്താണ്? ഡിമാൻഡ് ബിൽ എന്ന് പറയും. ഡിമാൻഡ് ബില്ലിന് മറ്റൊരു പേരുണ്ട് സൈറ്റ് ബിൽ. അപ്പോൾ ഡിമാൻഡ് ബില്ല് എങ്ങനെയാണ്? ഡിമാൻഡ് ബില്ല് നമുക്ക് ഡിസ്കൗണ്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം അതിന് നമ്മൾ ആ ബില്ലിൽ ഒരു പർട്ടിക്കുലർ കാര്യം ഡിമാൻഡ് ചെയ്തിട്ടുണ്ട്, ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. ഇപ്പം ഗുഡ്സ് ഡെലിവറി ചെയ്യുന്ന സമയത്ത് സെല്ലർ ബയ്യർക്ക് ഡെലിവറി ചെയ്യുന്ന സമയത്ത് ബില്ല് പേ ചെയ്യണം എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന് എന്താണ്? ഇഫ് എ ബിൽ പേയബിൾ ഓൺ ദ ഡിമാൻഡ് ഓൺ എ പ്രസൻറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഒരു ഡിമാൻഡ് വയ്ക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഡിമാൻഡ് ബിൽ എന്ന് പറയുന്നത്. അടുത്ത എന്താണ് 37. വാട്ട് യു മീൻ ബൈ ഡേയ്സ് ഓഫ് ഗ്രേസ്? ഡേയ്സ് ഓഫ് ഗ്രേസ് എന്താണെന്നാണ് ചോദിക്കുന്നത്. 3 എക്സ്ട്രാ ഡേയ്സ് ഓവർ എ നോർമൽ ഡ്യൂ ഡേറ്റ് legally given to the acceptor of the bill to make a payment are called days of grace. അപ്പോൾ ഡേയ്സ് ഓഫ് ഗ്രേസ് എന്താണ്? ഒരു 3 ദിവസം എക്സ്ട്രാ കൊടുക്കുവാണ്. ഇപ്പം മെച്യൂരിറ്റി ഡേറ്റ് എന്ന് പറയുന്നത് 5/3/2025 ആണെന്നിരിക്കെ
ഇരിക്കട്ടെ. അപ്പം ആ ഡേറ്റ് കഴിഞ്ഞൊരു 3 ദിവസവും കൂടെ എക്സ്ട്രാ കൊടുക്കും. അപ്പം 6, 7, 8 8 തീയതി വരെ ഇപ്പം ഇന്നത്തെ ഡേറ്റ് 5/3/2025 ആണെങ്കിൽ ഈ 5 തീയതി കഴിഞ്ഞൊരു 3 ദിവസം എക്സ്ട്രാ കൊടുക്കുവാണ്. ആ എക്സ്ട്രാ കൊടുക്കുന്ന ഡേയ്സിന് പറയുന്ന പേരാണ് എന്ത്? ഡേയ്സ് ഓഫ് ഗ്രേസ്. ആ 3 ദിവസം എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി അക്സെപ്റ്റർക്ക് കൊടുക്കുന്നതാണ് എന്താണ്? ഡേയ്സ് ഓഫ് ഗ്രേസ് എന്ന് പറയുന്നത്. എക്സ്ട്രാ 3 days എക്സ്ട്രാ ഓവർ ദ നോർമൽ ഡ്യൂ ഡേറ്റ് ലീഗലി ഗിവൺ ടു ദ അക്സെപ്റ്റർ ഓഫ് ദ ബിൽ ടു മേക്ക് എ പേയ്മെൻറ്റ് ആർ കോൾഡ് ഡേയ്സ് ഓഫ് ഗ്രേസ്. പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി എക്സ്ട്രാ 3 ദിവസവും കൂടെ കൊടുക്കുന്നതിന് പറയുന്നതാണ് ഡേയ്സ് ഓഫ് ഗ്രേസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് 38. വാട്ട് യു മീൻ ബൈ ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി? മെച്യൂരിറ്റി ഡേറ്റ് എന്ന് പറയുന്നത് എന്താണ്? മെച്യൂരിറ്റി ഡേറ്റ് ഓർ ഡ്യൂ ഡേറ്റ് ഓഫ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് എ ഡേറ്റ് ഓൺ വിച്ച് ദ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ബിക്കം പേയബിൾ. അപ്പം നമ്മളൊരു ബില്ല് എഴുതി തയ്യാറാക്കുമ്പോൾ സെല്ലർ ഒരു ഫ്യൂച്ചർ ഡേറ്റ് എഴുതും എന്ന് പറയും പേയ്മെൻറ്റ് തരാൻ വേണ്ടി. അപ്പോൾ ആ ഡേറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്? മെച്യൂരിറ്റി ഡേറ്റ്. ആ ഡേറ്റിൽ ബയ്യർ എന്ത് ചെയ്യണം? സെല്ലർക്ക് പേയ്മെൻറ്റ് നടത്തണം. സോ മെച്യൂരിറ്റി ഡേറ്റ് അഥവാ അതിന് ഡ്യൂ ഡേറ്റ് എന്ന് പറയും. ഡ്യൂ ഡേറ്റ് ഇപ്പോൾ നമ്മളൊരു ഇലക്ട്രിസിറ്റി ബില്ലൊക്കെ നമുക്ക് 2 മാസം കൂടുമ്പം വരുമല്ലോ. അപ്പോൾ അതിനകത്തൊരു ഡ്യൂ ഡേറ്റ് ഉണ്ട്. ആ ഡ്യൂ ഡേറ്റിനുള്ളിൽ പേയ്മെൻറ്റ് നടത്തിയില്ലെങ്കിൽ ഇലക്ട്രിസിറ്റി കട്ടാവും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെയാണ് ഡ്യൂ ഡേറ്റ് അഥവാ മെച്യൂരിറ്റി ഡേറ്റ്. മെച്യൂരിറ്റി ഡേറ്റ് ഓഫ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ദ ഡേറ്റ് ഓൺ വിച്ച് ദ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് പേയബിൾ. ബിൽ ഓഫ് എക്സ്ചേഞ്ച് പേ ചെയ്യേണ്ട ഡേറ്റാണ് ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി അഥവാ ഡ്യൂ ഡേറ്റ് എന്ന് അറിയപ്പെടുന്നത്. 39. While calculating the date of maturity, the 3 extra days called grace of days are added to the period of the bill. അപ്പം നമ്മൾ ഈ മെച്യൂരിറ്റി ഡേറ്റ് ആവുമ്പം ആ ഡേറ്റിൽ ഇപ്പം നമ്മുടെ ബില്ലിൽ എഴുതിയേക്കുന്ന മെച്യൂരിറ്റി ഡേറ്റ് 10/3/2025 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? ഒരു എക്സ്ട്രാ 3 days കൂടെ ആഡ് ചെയ്ത് കിട്ടും. അപ്പം അതും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ 10 തീയതി പേയ്മെൻറ്റ് ചെയ്യേണ്ടതെങ്കിലും 13 പേയ്മെൻറ്റ് ചെയ്താൽ മതി. കാരണം 3 ദിവസം കൂടെ എക്സ്ട്രാ ഉണ്ട് ബിൽ ഓഫ് എക്സ്ചേഞ്ചിന്. നെക്സ്റ്റ് 40. ഇഫ് ദ ഡ്യൂ ഡേറ്റ് ഫോൾസ് ഓൺ എ പബ്ലിക് ഹോളിഡേ ദ ബിൽ വിൽ ബി പേയബിൾ ഓൺ ദ പ്രിസീഡിംഗ് വർക്കിംഗ് ഡേ. ഇഫ് ഇറ്റ് ഈസ് ഡിക്ലെയർഡ് ഹോളിഡേ ഇറ്റ് ഷുഡ് ബി പെയ്ഡ് ഓൺ ദ നെക്സ്റ്റ് വർക്കിംഗ് ഡേ. അപ്പം എന്താണ് പറയുന്നത്? 40. അപ്പോൾ ഈ ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി വന്നത് ഒരു പബ്ലിക് ഹോളിഡേ ആണെങ്കിൽ എന്ത് ചെയ്യണം? പബ്ലിക് ഹോളിഡേ ആണെങ്കിൽ നമ്മൾ അതിന് തൊട്ട് മുമ്പുള്ള ഒരു ദിവസം എന്ത് ചെയ്യണം? പേയ്മെൻറ്റ് നടത്തണം. ഇനി ആ ദിവസം നമ്മൾ അറിയുന്നില്ല, ആ ദിവസം ഒരു ഹോളിഡേ ആയിട്ട് ഡിക്ലെയർ ചെയ്യുകയാണെങ്കിലോ, അർജൻറ്റായിട്ട് അതൊരു ഹോളിഡേ ആയിട്ട് ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ അതെന്ത് ചെയ്യണം? നെക്സ്റ്റ് ഡേ വർക്കിംഗ് ഡേയിലേക്ക് പേയ്മെൻറ്റ് ചെയ്യണം. അപ്പം നമുക്ക് മുൻകൂട്ടി അറിയാം ഇത് ഇപ്പോൾ ഒരു ഗാന്ധി ജയന്തി October 2 ഗാന്ധി ജയന്തി അത് പബ്ലിക് ഹോളിഡേ ആണെന്ന് അറിയാമെങ്കിൽ നമ്മളത് എന്ത് ചെയ്യണം? 1 തീയതി തന്നെ October 1 തന്നെ നമ്മളത് പേയ്മെൻറ്റ് നടത്തിയിരിക്കണം. പെട്ടെന്ന് ഒരു ഗവൺമെൻറ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ വന്ന് ആ ഒരു ദിവസം പൊളിറ്റിക്കൽ ഹോളിഡേ ആയി അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്തു, പൊളിറ്റിക്കൽ പാർട്ടി ഡിക്ലെയർ ചെയ്തു അതൊരു ഹോളിഡേ ആണെന്നുണ്ടെങ്കിൽ അന്ന് ചെയ്യണം നമ്മൾ ആ ബില്ല് നെക്സ്റ്റ് വർക്കിംഗ് ഡേയിലോട്ട് പേയ്മെൻറ്റ് നടത്തണം. അപ്പം മനസ്സിലായല്ലോ? പബ്ലിക് ഹോളിഡേയും ഡിക്ലെയർ ആസ് എ ഡേ ഓൺ ഹോളിഡേ വന്നാലും എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടതെന്ന്. പബ്ലിക് ഹോളിഡേ ആണെന്ന് മുൻകൂട്ടി അറിയാമെങ്കിൽ മുന്നേ ഉള്ളൊരു ദിവസം പേയ്മെൻറ്റ് ചെയ്യണം, അതിന് തൊട്ട് മുമ്പുള്ള ദിവസം പേയ്മെൻറ്റ് നടത്തണം. ഡിക്ലെയർ ആസ് എ ഹോളിഡേ ആണെങ്കിൽ നെക്സ്റ്റ് വർക്കിംഗ് ഡേയിൽ പേയ്മെൻറ്റ് ചെയ്താൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ 41. വാട്ട് യു മീൻ ബൈ അക്സെപ്റ്റൻസ് ഓഫ് എ ബിൽ? അപ്പം ബിൽ അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണെന്നാണ് പറഞ്ഞേക്കുന്നത്. ദ ആക്ട് ഓഫ് ഗിവിംഗ് consent to the bill by the drawee by putting his signature on the face of the bill with or without the word accepted is known as acceptance of bill. അപ്പോൾ ഇവിടെ acceptance of bill എന്താണ്? നമ്മൾ സെല്ലർ ബില്ല് പ്രിപ്പയർ ചെയ്ത് ബയ്യർക്ക് കൊടുക്കണം. ബയ്യർ എന്ത് ചെയ്യണം? അത് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അയാൾ അതിൻ്റെ ബില്ലിൻ്റെ ഫേസ് ഷീറ്റിൽ സൈൻ ചെയ്യണം. എന്താണ്? വിത്ത് ഓർ വിത്തൗട്ട് അക്സെപ്റ്റഡ് എന്നുള്ള വാക്ക് എഴുതുകയോ എഴുതാതിരിക്കുകയോ ചെയ്യാം, അത് ഡിപ്പെൻസ് ആണ്. പക്ഷേ അതിൻ്റെ ഫ്രണ്ട് ഫേസിൽ എന്ത് ചെയ്തിരിക്കണം? സൈൻ ചെയ്തിരിക്കണം, സിഗ്നേച്ചർ ഉണ്ടായിരിക്കണം. ആരുടെ? അക്സെപ്റ്ററുടെയും വേണം, എഴുതി തയ്യാറാക്കുന്ന സെല്ലറുടെയും വേണം. സോ എങ്കിലേ അതൊരു വാലിഡ് ബില്ലാവുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പം അക്സെപ്റ്റൻസ് ഓഫ് ബില്ലെന്ന് പറയുന്നത് അക്സെപ്റ്ററുടെ, അതായത് ബയ്യറുടെ സൈൻ അതിൽ ഉണ്ടായിരിക്കണം. വിത്ത് ഓർ വിത്തൗട്ട് ദ വേർഡ് അക്സെപ്റ്റഡ്. അത് നിർബന്ധമില്ല, അക്സെപ്റ്റഡ് എന്ന് എഴുതണം എന്നില്ല, പക്ഷേ സിഗ്നേച്ചർ വേണം. സിഗ്നേച്ചർ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ബില്ല് ബിൽ
ഓഫ് അക്സെപ്റ്റൻസ് എന്ന് പറയുള്ളൂ. അപ്പോൾ എന്താണ് അക്സെപ്റ്റൻസ് ഓഫ് ബിൽ എന്ന് പറയുന്നത്? അക്സെപ്റ്റ് ചെയ്യുക മീൻസ് സിഗ്നേച്ചർ ഇടുക, ബില്ലിൻ്റെ ഫേസിൽ അക്സെപ്റ്റർ സിഗ്നേച്ചർ ഇടുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 48. എ ബിൽ ബിഫോർ ഇറ്റ്സ് അക്സെപ്റ്റൻസ് ഈസ് കോൾഡ് ഡാഷ്. ഒരു ബില്ല് അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അതിനെ വിളിക്കുന്നത് എന്താണ്? ഡ്രാഫ്റ്റ് ബിൽ എന്നാണ്. ഡ്രാഫ്റ്റ്, കാരണം അത് എഴുതി പ്രിപ്പയർ ചെയ്തതേ ഉള്ളൂ, അക്സെപ്റ്റർ സൈൻ ചെയ്തില്ല. അപ്പോൾ ആ ഒരു ബില്ലിനെ പറയുന്ന പേരെന്താണ്? ഡ്രാഫ്റ്റ് ബിൽ എന്നാണ് പറയുന്നത്. 49. ദ ഡ്രോയി അക്സെപ്റ്റ് ദ ലൈബിലിറ്റി ടു പേ ദ എമൗണ്ട് മെൻഷൻഡ് ഇൻ ദ ബിൽ. ഹി ക്യാൻ ഓൾസോ ബി കോൾഡ് ഡാഷ്. അപ്പോൾ ഒരു ഡ്രോയി നമ്മൾ പഠിച്ചു, എത്ര പേഴ്സൺസ് ഉണ്ട്? ഡ്രോയി പേയി ഉണ്ട്. അപ്പോൾ ഡ്രോയർ ആരാണ്? സെല്ലറാണ്. ഡ്രോയി എന്ന് പറയുന്ന ആരാണ്? ബയർ. അപ്പോൾ ബയർ എന്ത് ചെയ്യാണ്? അക്സെപ്റ്റ് ചെയ്തു, ആ ലൈബിലിറ്റി പേ ചെയ്യാമെന്ന് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹി ക്യാൻ ആൾസോ കോൾഡ്, അയാളെ എന്തെന്നും കൂടെ വിളിക്കാം? ഡ്രോയിയെ എന്തെന്നും കൂടെ വിളിക്കാം? അക്സെപ്റ്റർ എന്നും വിളിക്കാം. അപ്പോൾ ഡ്രോയി അല്ലേ ആ ബില്ല് അക്സെപ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഡ്രോയി ഈസ് ഓൾസോ കോൾഡ് ആൻ അക്സെപ്റ്റർ. നെക്സ്റ്റ് 50ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്? ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നാണ് നോക്കേണ്ടത്. കുറച്ച് പോയിന്റ്സ് ഉണ്ട്, നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് എ വാലിഡ് എവിഡൻസ് ഓഫ് ഡെറ്റ്. ഇറ്റ് ഈസ് എ യൂസ്ഫുൾ പ്രൂഫ് ഓഫ് ഇൻഡെപ്റ്റ്നെസ്. അപ്പം ഇതെന്ന് പറയുന്ന ഒരു വാലിഡ് എവിഡൻസ് ആണ്, കടം വാങ്ങിച്ചതിനുള്ള ഒരു വാലിഡ് പ്രൂഫായിട്ടാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിനെ പറയുന്നത്. സെക്കൻഡ്, ഇറ്റ് ഫെസിലിറ്റേറ്റ് ദ മൂവ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ ബിക്കോസ് ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രുമെൻറ്റ് ഓഫ് ക്രെഡിറ്റ്. എന്താണ് ഇത്? ക്യാപിറ്റൽ മൂവ്മെൻറ്റിനെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രുമെൻറ്റ് ഓഫ് ക്രെഡിറ്റ് ആണ്. ക്രെഡിറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. മൂന്നാമത്തെ പോയിന്റ്, സിൻസ് ദ ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് ഈസ് ഫിക്സഡ്, ഡെറ്റർ നോ when he has to pay and the creditor know when to accept the money. അപ്പോൾ ഇവിടെ എന്താണ്? ഡേറ്റ് ഫിക്സഡ് ആണ്, പേയ്മെൻറ്റ് ചെയ്യുന്ന ഡേറ്റ് ഫിക്സഡ് ആണ്. ഡെറ്റർക്ക് അറിയാം ഇത് എന്നത്തേക്കാണ് പേ ചെയ്യേണ്ടതെന്ന്, ക്രെഡിറ്റർക്ക് അറിയാം ഇത് എന്നത്തേക്ക് കിട്ടും എന്നുള്ളത്, കാരണം ആ ഡേറ്റ് നമുക്കറിയാം. അപ്പം ഡെറ്റർ എന്ന് പറയുന്നത് കൊടുക്കാനുള്ള ആര്? ബയ്യർക്ക് അറിയാം ഇന്ന ഡേറ്റിൽ നമുക്ക് ഈ പൈസ ആർക്ക് കൊടുക്കണം? ക്രെഡിറ്റർക്ക് കൊടുക്കണം എന്നുള്ളത്. ക്രെഡിറ്റർക്ക് അറിയാം, സെല്ലർക്ക് അറിയാം എനിക്ക് ഈ പൈസ ഈ ഡേറ്റിൽ ഡെറ്റർ കൊണ്ട് തരും എന്നുള്ളത്. നെക്സ്റ്റ് പോയിന്റ് 4, ദ ക്രെഡിറ്റർ ക്യാൻ അലൗ ക്രെഡിറ്റ് ആൻഡ് അറ്റ് ദ സെയിം ടൈം ക്യാപിറ്റൽ ഈസ് നോട്ട് ലോക്ക്ഡ് അപ്പ്. അവിടെ എന്താണ്? ക്രെഡിറ്റർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്രെഡിറ്റർ മീൻസ് ആരാണ്? സെല്ലർക്ക് എന്ത് അനുവദിക്കാൻ പറ്റും? കടത്തിന് സാധനം കൊടുക്കാനുള്ള അനുവദിക്കാൻ പറ്റും. അലോ ക്രെഡിറ്റ് ആൻഡ് അറ്റ് ദ സെയിം ടൈം ക്യാപിറ്റൽ ഈസ് നോട്ട് ലോക്ക്ഡ് അപ്പ്. ക്യാപിറ്റലിനെ എന്ത് ചെയ്യണ്ട? ലോക്ക് ചെയ്യാൻ വേണ്ട. അപ്പോൾ അങ്ങനെ ഒരു ബെനിഫിറ്റ് ആർക്കുണ്ട്? ക്രെഡിറ്റർക്കുണ്ട്. സോ ക്രെഡിറ്റർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കടം അനുവദിക്കാനും പറ്റും. ക്യാപിറ്റലിൽ എന്തുണ്ടാവില്ല? ഒരു ലോക്കിൻ പീരീഡോ അങ്ങനെ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല. നെക്സ്റ്റ് 5th പോയിന്റ്, സിൻസ് ഇറ്റ് ഈസ് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ഇറ്റ് ക്യാൻ ബി ഈസിലി ബി ട്രാൻസ്ഫേർഡ് ഇൻ ദ സെറ്റിൽമെൻറ്റ് ഓഫ് ഡെറ്റ്. ഇതൊരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണ്, മീൻസ് ഒരു കൈമാറ്റം നടത്താൻ പറ്റുന്ന. നെഗോഷ്യബിൾ മീൻസ് ട്രാൻസ്ഫറബിൾ. അപ്പം നമുക്ക് കൈമാറ്റം നടത്താൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആയതുകൊണ്ട് തന്നെ ഇറ്റ് ക്യാൻ ബി ഈസിലി ട്രാൻസ്ഫർ ഓഫ് സെറ്റിൽമെൻറ്റ് ഓഫ് ഡെറ്റ്. നമുക്കത് ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഇപ്പം സെല്ലർക്ക് ബയ്യർ ഒരു എമൗണ്ട് കൊടുക്കാനുണ്ട്. സോ സെല്ലർ വേറൊരു വ്യക്തിക്ക്, ഒരു തേർഡ് പേഴ്സണിന് കുറച്ച് എമൗണ്ട് കൊടുക്കാനുണ്ടെങ്കിൽ നമുക്ക് സെല്ലർ ബയ്യറോട് പറയാം എനിക്ക് തരുന്നതിന് പകരം ഈ തേർഡ് പാർട്ടിക്ക് ഇന്ന ആൾക്ക് സി എന്ന് പറയുന്ന വ്യക്തിക്ക് കൊടുത്താൽ മതി. സോ ഇറ്റ് ഈസ് ഫ്രീലി ട്രാൻസ്ഫറബിൾ ആണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. 6th പോയിന്റ്, ഇറ്റ് ക്യാൻ ഈസി ആൻഡ് കൺവീനിയൻറ്റ് ഡിവൈസ് ഫോർ റിട്ടൈനിങ് മണി ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഇതെന്താണ്? ഈസി ആയിട്ട് നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ട് മണി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ റീറ്റൈൻ ചെയ്യാൻ കൺവീനിയൻ്റ് ആണ്, യൂസ് ചെയ്യാൻ ഒരു കൺവീനിയൻറ്റ് ഡിവൈസ് ആണ് എന്തെന്ന് പറയുന്നത്? ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. 7th പോയിന്റ്, ഫ്രീ ട്രാൻസ്ഫറബിൾ ഫെസിലിറ്റി ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഇറ്റ്സ് കൊമേഴ്സ്യലി ആപ്ലിക്കബിൾ. സോ ഇവിടെ പറയുന്നത് എന്താണ്? ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാവുന്നത് കൊണ്ട് ഇതെന്താണ്? കൊമേഴ്സ്യലി ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഫ്രീ ട്രാൻസ്ഫറബിൾ ആണ്, കൊമേഴ്സ്യലി അക്സെപ്റ്റബിളും ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. 8th പോയിന്റ്, ഇഫ് ദ ഡ്രോയർ ഈസ് ഇൻ നീഡ് ഓഫ് മണി ദ ബിൽ ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് ബൈ ഡിസ്കൗണ്ടിങ് it
it with the bank, it is very normal rate. At a very normal rate. അപ്പോൾ നമ്മളിവിടെ ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ് പറയുന്നത്. ഇപ്പോൾ ഡ്രോയർക്ക്, അതായത് സെല്ലർക്ക് പെട്ടെന്നൊരു പൈസയുടെ ആവശ്യം വരുന്ന സമയത്ത് ഈ ഡ്രോയർക്ക് ഇത് എന്ത് ചെയ്യാം, പെട്ടെന്ന് ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്ത് മാറ്റാം. എങ്ങനെയാണ്? ബാങ്കിൽ കൊണ്ടു കൊടുക്കാം. മെച്യൂരിറ്റി ഡേറ്റ് ആവുന്നതിന് മുമ്പ് ബാങ്കിൽ കൊണ്ടു കൊടുത്താൽ ബാങ്ക് എന്ത് ചെയ്ത് തരും? ഡിസ്കൗണ്ട് ചെയ്ത് തരും. ഒരു നോർമൽ റേറ്റിലായിരിക്കും ഡിസ്കൗണ്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 10,000 രൂപയുടെ ബില്ലാണെന്നുണ്ടെങ്കിൽ സെല്ലർ കൊണ്ടുവന്ന് കൊടുക്കുക ബാങ്കിൽ. അപ്പോൾ ബാങ്ക് എന്ത് ചെയ്യും? ഒരു 9,000 രൂപ സെല്ലർക്ക് കൊടുക്കും. 1,000 രൂപ എന്താണ്? അവരുടെ കമ്മീഷനാണ്, ബാങ്കിൻ്റെ കമ്മീഷനാണ്. ഇത് ബയ്യർ കൊടുക്കുമ്പം ബയ്യർ ബാങ്കിനാണ് പിന്നെ എമൗണ്ട് കൊടുക്കേണ്ടത്. ബാങ്കിന് എത്ര കൊടുക്കണം, എത്ര എമൗണ്ട് കൊടുക്കണം? 10,000 രൂപയും കൊടുക്കണം. സോ 1,000 രൂപ അവിടെ എന്താണ്? കമ്മീഷനാണ്. സെല്ലർക്ക് പെട്ടെന്ന് പൈസയ്ക്ക് ആവശ്യം വന്നു, അതെന്ത് ചെയ്തു? ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്തു ത്രൂ ബാങ്ക്. അതിനെ വിളിക്കുന്നതാണ് ഡിസ്കൗണ്ടിങ് ഓഫ് ബില്ലെന്ന് പറയുന്നത്. നോർമൽ റേറ്റിലാണ് അത് ബാങ്കുകൾ ചെയ്യുന്നത്. അപ്പോൾ ഇത്ര ഫീച്ചേഴ്സാണ് അല്ലെങ്കിൽ ഇത്ര അഡ്വാൻറ്റേജസ് ആണ് ഇതിനുള്ളത്, ബിൽ ഓഫ് എക്സ്ചേഞ്ചിനുള്ളത്. നെക്സ്റ്റ് പറയുന്നത് ട്രാൻസാക്ഷൻസും അവരുടെ ബുക്കിൽ അത് എൻ്റർ ചെയ്യുന്ന ജേണൽ എൻട്രീസ് ആണ് പറയുന്നത്. അപ്പം ആദ്യത്തെ കണ്ടീഷൻ എങ്ങനെയാണ്? വെൻ ദ ഡ്രോയർ റിട്ടേൺ ദ ബിൽ വിത്ത് ഹിം ടിൽ ദ ഡേറ്റ് ഓഫ് ദ മെച്യൂരിറ്റി ആൻഡ് ഗെറ്റ് ദ സെയിം കളക്റ്റഡ് ഡയറക്റ്റ്ലി. അപ്പോൾ ഒരു ഡ്രോയർ ബില്ല് എഴുതുകയാണ്, അതെന്ത് ചെയ്യുവാണ്? അതിൻ്റെ മെച്യൂരിറ്റി സമയത്ത് ആ ബില്ല് എന്താണ് ഡ്രോയർക്ക് തന്നെ അത് കളക്ട് ചെയ്യാം, ഡയറക്റ്റ്ലി കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ട്രാൻസാക്ഷൻസ് ഉണ്ട്. ബുക്ക് ഓഫ് ഡെറ്റർ ക്രെഡിറ്റ് ഡ്രോയർ വരുന്നുണ്ട്, അതായത് സെല്ലറുടെ ബുക്കാണ്. അടുത്ത എന്താണ്? ബുക്ക് ഓഫ് ഡെറ്റർ അക്സെപ്റ്റർ, അതായത് ബയ്യറുടെ ബുക്കാണ്. അപ്പോൾ ഇവരുടെ ബുക്കിൽ വരുന്ന ഓരോ ട്രാൻസാക്ഷൻസും അതിൻ്റെ ജേണൽ എൻട്രീസും ആണ് ഈ സ്ലൈഡിൽ നമ്മൾ നോക്കുന്നത്. ട്രാൻസാക്ഷൻ ഒന്നാമത്തെ എന്താണ്? സെയിൽ ആൻഡ് പർച്ചേസ് ഓഫ് ഗുഡ്സ്. അപ്പം സെല്ലറുടെ ബുക്കിൽ എങ്ങനെ വരും? സെല്ലർ മീൻസ് ക്രെഡിറ്റർ ഓർ ഡ്രോയറുടെ ബുക്കിൽ എങ്ങനെ എഴുതും? എന്താണ്? ഡെറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് അക്കൗണ്ട്. സെയിൽസ് നടക്കുകയല്ലേ ചെയ്തത്. അപ്പോൾ ഡെറ്റേഴ്സ് അക്കൗണ്ട് കടത്തിനായതുകൊണ്ട് ഡെറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് എന്ന് എഴുതി. അക്സെപ്റ്റർ ആരാണ്? ബയ്യറുടെ ഇതിൽ എങ്ങനെ വരും? പർച്ചേസ് ചെയ്യുകയല്ലേ ബയ്യർ ചെയ്തത്. ബയ്യർ പർച്ചേസ് ചെയ്തുകൊണ്ട് പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്. അടുത്ത എന്താണ് ട്രാൻസാക്ഷൻ? റിസീവിങ് ആൻഡ് അക്സെപ്റ്റിംഗ് ദ ബില്ല് റിസീവ് ചെയ്യുകയോ അക്സെപ്റ്റ് ചെയ്യുകയോ ചെയ്തു. അപ്പം ഡ്രോയറുടെ ബുക്കിൽ എങ്ങനെ വരും ജേണൽ എൻട്രി? നമുക്ക് എന്താണ്? അതൊരു ബിൽ റിസീവബിൾ ആണ്. ബിൽ റിസീവബിൾ അക്കൗണ്ട് ഡെറ്റർ ടു ഡെറ്റേഴ്സ് അക്കൗണ്ട്. നമുക്ക് ബയ്യറെ സംബന്ധിച്ചിടത്തോളം സെല്ലറെ സംബന്ധിച്ചിടത്തോളം ആ ബില്ലെന്ന് പറയുന്നത് എന്താണ്? ഒരു ബിൽ ഓഫ് റിസീവബിൾ ആണ്, ബില്ല് റിസീവബിൾ ആണ്. സോ ബിൽ റിസീവബിൾ അക്കൗണ്ട് ഡെറ്റർ ടു ഡെറ്റേഴ്സ് അക്കൗണ്ട്. ഇനി അക്സെപ്റ്റർ, അതായത് ബയ്യറെ സംബന്ധിച്ചിടത്തോളം അതൊരു എന്താണ്? ക്രെഡിറ്റ് പേയബിൾ ആണ്. സോ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബിൽസ് പേയബിൾ അക്കൗണ്ട്. അടുത്ത ട്രാൻസാക്ഷൻ നോക്കാം. കളക്ഷൻ ഓഫ് ബില്ല് എന്ത് ചെയ്തു? കളക്ഷന് വിട്ടു. അപ്പം ഡ്രോയറുടെ ബുക്കിൽ എങ്ങനെ വരും? ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ബിൽസ് റിസീവബിൾ അക്കൗണ്ട്. പിന്നെ നമുക്ക് അതെന്താ? ബിൽസ് റിസീവബിൾ ആണ്. അപ്പം നമുക്ക് ചിലപ്പോൾ ക്യാഷ് ആയിട്ട് കിട്ടാം, അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൽ തന്നെ എമൗണ്ട് വരാം കളക്ഷന് പോകുമ്പോൾ. സോ ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ബിൽസ് റിസീവബിൾ അക്കൗണ്ട്. ഇനി അക്സെപ്റ്ററുടെ ബുക്കിലോ ഡ്രോയുടെ ബുക്കിൽ എങ്ങനെ വരും? ബിൽസ് പേയബിൾ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്. എങ്ങനെ വരും? അവർക്ക് ബിൽസ് പേയബിൾ ആണ്. ബിൽസ് പേയബിൾ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷിലോ ബാങ്കിലോ ആവാൻ കുറവ് വരുന്നത്. സോ ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്. അടുത്ത രണ്ടാമത്തെ കേസ് എങ്ങനെയാണ്? വെൻ ദ ബിൽ ഈസ് റീറ്റേൺഡ് ബൈ ദ ഡ്രോയർ വിത്ത് ഹിം ആൻഡ് സെൻഡ് ടു ദ ബാങ്ക് ഫോർ കളക്ഷൻ എ ഫ്യൂ ഡേയ്സ് ബിഫോർ മെച്യൂരിറ്റി. അപ്പം മെച്യൂരിറ്റിക്ക് കുറച്ച് ദിവസം മുമ്പ് എന്ത് ചെയ്തു? ഇത് കളക്ഷന് വിട്ടു ബാങ്കിലേക്ക്. അപ്പം വരുന്ന ട്രാൻസാക്ഷൻസും ഡ്രോയറുടെ ബുക്കിൽ വരുന്ന ജേണൽ എൻട്രിയും അക്സെപ്റ്റർ മീൻസ് ഡ്രോയുടെ ബുക്കിൽ വരുന്ന ജേണൽ എൻട്രിയാണ് താഴെ പറയുന്നത്. ട്രാൻസാക്ഷൻ എന്താണ്? സെയിൽ ആൻഡ് പർച്ചേസ് ഓഫ് ഗുഡ്സ്. അപ്പം മോളി പറഞ്ഞ സെയിം ജേണൽ എൻട്രി തന്നെയാണ് ഡ്രോയർക്ക് വരുന്നത്. ഡെറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ്. ഡ്രോയ്ക്ക് എങ്ങനെയാണ് വരുന്നത്? അക്സെപ്റ്റർക്ക് എങ്ങനെയാണ് വരുന്നത്? പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്. അടുത്ത ട്രാൻസാക്ഷൻ എന്താണ്? റിസീവിങ് ഓർ അക്സെപ്റ്റിംഗ് ദ ബില്ല്. അപ്പോൾ എങ്ങനെ വരും? ഡ്രോയറുടെ ബുക്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബിൽ റിസീവബിൾ അക്കൗണ്ട് ഡെറ്റർ ടു ഡെറ്റേഴ്സ് അക്കൗണ്ട്. അക്സെപ്റ്ററുടെ ബുക്കിലോ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബിൽസ് പേയബിൾ അക്കൗണ്ട്. ഇവിടെ ഒരു എക്സ്ട്രാ വരുന്നത് വെച്ചാൽ സെൻഡിങ് ദ ബിൽ ഫോർ കളക്ഷൻ. ബില്ല് എന്ത് ചെയ്യുവാണ്? ബാങ്കിലേക്ക് കളക്ഷന് വേണ്ടി അയക്കുവാണ്. അപ്പം ഡ്രോയറുടെ ബുക്കിൽ വരുന്ന ജേണൽ എൻട്രി എന്താണ്? ബിൽസ് സെൻഡ് ഫോർ
കളക്ഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ബിൽസ് റിസീവബിൾ അക്കൗണ്ട്. എന്താണ് ബിൽസ് സെൻഡ് ഫോർ കളക്ഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡ്രോയറുടെ ബുക്കിൽ. ഡ്രോയുടെ ബുക്കിൽ അവിടെ എന്തില്ല, എൻട്രി ഇല്ല. കാരണം അവിടെ ഡ്രോയി അറിയുന്നില്ല, അല്ലെങ്കിൽ അക്സെപ്റ്റർ അറിയുന്നില്ല. കാരണം ഡ്രോയറുടെ കയ്യിരിക്കുന്ന, അതായത് സെല്ലറുടെ കയ്യിരിക്കുന്ന ബില്ലാണ്. സെല്ലർ എന്ത് ചെയ്യുക, അത് കളക്ഷന് വേണ്ടി കൊടുക്കുമ്പം സെല്ലറുടെ ബുക്കിൽ, അതായത് ഡ്രോയറുടെ ബുക്കിൽ മാത്രമേ എൻട്രി വരുന്നുള്ളൂ. അടുത്ത എന്താണ് ട്രാൻസാക്ഷൻ ഓൺ റിസീവിങ് ഫ്രം ദ ബാങ്ക് അഡ്വൈസ് ദാറ്റ് ദ ബിൽ ഹാസ് ബീൻ കളക്റ്റഡ്. ബില്ല് കളക്ട് ചെയ്യുവാണെങ്കിൽ ഡ്രോയറുടെ ബുക്കിൽ എങ്ങനെയാണ് അത് വരുന്നത്? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ബിൽസ് സെൻഡ് ഫോർ കളക്ഷൻ അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ബിൽസ് സെൻഡ് ഫോർ കളക്ഷൻ അക്കൗണ്ട്. അപ്പം ഇത് ഡ്രോയർക്ക് വരില്ലേ? ഡ്രോയർ എന്ത് ചെയ്യണം? ഈ എമൗണ്ട് ഡ്രോയി എന്ത് ചെയ്യണം? ഈ എമൗണ്ട് എവിടെ കൊടുക്കണം? ബാങ്കിൽ കൊടുക്കണം. കാരണം ഡ്രോയർ ഇത് ബാങ്കിൽ സബ്മിറ്റ് ചെയ്തു കളക്ഷന് വേണ്ടി. അപ്പോൾ ഇനി ഡ്രോയർക്കല്ല എമൗണ്ട് കൊടുക്കാനുള്ളത്, ബാങ്കിനാണ് കൊടുക്കാനുള്ളത്. സോ ഡ്രോയിയുടെ ബുക്കിൽ എങ്ങനെയാണ്, അതായത് അക്സെപ്റ്ററുടെ ബുക്കിൽ എങ്ങനെയാണ് ജേണൽ എൻട്രി വരുന്നത്? ബിൽസ് പേയബിൾ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട് എന്നാണ് വരുന്നത്. ഇതാ ലോജിക്ക് വെച്ച് മനസ്സിലാക്കുക. നേരത്തെ നമുക്ക് ഇല്ലാഞ്ഞത് കളക്ഷന് വിട്ടില്ല ബില്ല്. ഇപ്പോൾ രണ്ടാമത്തെ പാർട്ടിൽ എന്ത് ചെയ്യുവാണ്? ബില്ല് കളക്ഷന് വിടുവാണ്. അതുകൊണ്ടാണ് ബിൽസ് സെൻഡ് ഫോർ കളക്ഷൻ എന്ന് പറയുന്ന പുതിയൊരു അക്കൗണ്ട് വരികയും കളക്ഷന് വിടുന്ന സമയത്ത് അക്സെപ്റ്ററുടെ ബുക്കിൽ എന്ത് വരില്ല? ജേണൽ എൻട്രി വരില്ല. പക്ഷേ അത് തിരിച്ച് പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ വേണം? ഡ്രോയി ആർക്കാണ് പേയ്മെൻറ്റ് അടയ്ക്കേണ്ടത്? ബാങ്കിലാണ്. അതുകൊണ്ടാണ് ബിൽസ് പേയബിൾ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് എന്ന് വന്നത്. അപ്പം ഇത്രയാണ് അതിൻ്റെ തിയറി പാർട്ട് വരുന്നത് ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ. അപ്പം നമ്മളിവിടെ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ അതിനകത്ത് വരുന്ന മെയിനായിട്ട് വരുന്ന ടേംസുകളാണ്. ടേം ഓഫ് ബിൽ എന്താണെന്ന് പഠിച്ചു, ബില്ലുകളെ 2 ഗ്രൂപ്പ് ചെയ്യുന്നുണ്ടെന്ന് പഠിച്ചു, ടൈം ബില്ലും ഡിമാൻഡ് ബില്ലും. ഇതിന് സെപ്പറേറ്റ് 2 പേരുകളുണ്ടെന്ന് പഠിച്ചു. ഡിമാൻഡ് ബില്ലിന് പറയുന്ന പേരെന്താണ്? ഡിമാൻഡ് ബില്ലിന് പറയുന്ന പേര് നമ്മുടെ സൈറ്റ് ബില്ലെന്നും ടൈം ബില്ലിന് പറയുന്നത് ഉസാൻസ് ബില്ലെന്നുമാണ്. പിന്നെന്താ ഡേയ്സ് ഓഫ് ഗ്രേസ് എന്താണെന്ന് പഠിച്ചു. മെച്യൂരിറ്റി, ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി എന്താണെന്ന് പഠിച്ചു. പിന്നെ എന്താ പബ്ലിക് ഹോളിഡേ വരുമ്പം എന്ത് ചെയ്യണം? ഡിക്ലെയർഡ് ആസ് എ ഹോളിഡേ വരുമ്പോൾ എന്ത് ചെയ്യണം എന്ന് പഠിച്ചു. പിന്നെ ബില്ല് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നത്, അക്സെപ്റ്റൻസ് ഓഫ് ബില്ല് എന്താണെന്ന് പഠിച്ചു. ഡ്രാഫ്റ്റ് ബില്ല് എന്താണെന്ന് പഠിച്ചു. പിന്നെ അഡ്വാൻറ്റേജസ് കുറേ പഠിച്ചു. ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ കുറേ അഡ്വാൻറ്റേജസ് പഠിച്ചു. പിന്നെ കുറേ ജേണൽ എൻട്രീസ്, ഇവർ ബുക്കിൽ എങ്ങനെ എഴുതും, സെല്ലറും ബയ്യറും, അതായത് ഈ നമ്മുടെ ഡ്രോയറും ഡ്രോയും ബുക്കുകളിൽ എങ്ങനെ അവരുടെ ഈ ട്രാൻസാക്ഷൻസ് ജേണൽ എൻട്രി വെച്ച് എഴുതും എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും നേരം പഠിച്ചത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. താങ്ക് യു.